ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഏപ്രിൽ പകുതിയോടെ അമേരിക്ക പ്രഖ്യാപിച്ച അതിശക്തമായ നാവിക ഉപരോധം പൂർണ്ണമായും പാളിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാൻ ഈ ഉപരോധത്തെ അതിവിദഗ്ധമായി മറികടന്നിരിക്കുന്നു. അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ മാത്രം ഹോർമസിലൂടെ കടന്നുപോയത് ഇറാനുമായി ബന്ധമുള്ള 34 കപ്പലുകളാണ്. ഇതുവഴി ഇറാന്റെ എണ്ണ വിദേശ രാജ്യങ്ങളിലെത്തുകയും അതിലൂടെ $910 ദശലക്ഷം വരുമാനം ഇറാന് ലഭിക്കുകയും ചെയ്യും. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരു ഇറാനിയൻ കപ്പൽ പോലും ഹോർമുസ് കടലിടുക്ക് കടക്കില്ലെന്ന US സെൻട്രൽ കമാൻഡിന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അവകാശവാദങ്ങൾ നിലനിൽക്കെയാണ് 34ഓളം ഇറാനിയൻ ടാങ്കറുകൾ അമേരിക്കൻ നാവികസേനയുടെ കണ്ണുവെട്ടിച്ച് പുറം ലോകത്തേക്കെത്തിയത്. ഷിപ്പിംഗ് ഡാറ്റ ട്രാക്കിംഗ് ഏജൻസിയായ വോർട്ടക്സയുടെ കണക്കുകൾ പ്രകാരം ഉപരോധം മറികടന്ന് പുറത്തുപോയ ടാങ്കറുകളിൽ 6 എണ്ണമെങ്കിലും പടുകൂറ്റൻ എണ്ണക്കപ്പലുകളായിരുന്നു. ഏകദേശം 10.7 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഈ കപ്പലുകൾ വഴി ഇറാൻ വിദേശ വിപണികളിൽ എത്തിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ബ്രെന്റ് ക്രൂഡ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഇറാൻ ഇപ്പോൾ എണ്ണ വിൽക്കുന്നത്. ബാരലിന് $10 കുറച്ചു വിറ്റാൽ പോലും ഈ കപ്പലുകളിലൂടെ മാത്രം ഏകദേശം $910 ദശലക്ഷം വരുമാനം ഇറാന് ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സാമ്പത്തികമായി ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ ഈ കപ്പൽ നീക്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളെയും നിരീക്ഷണങ്ങളെയും മറികടക്കാൻ അതീവ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഡോറന എന്ന ഇറാനിയൻ സൂപ്പർ ടാങ്കർ ഇതിന് മികച്ച ഉദാഹരണമാണ്. കപ്പലിന്റെ സ്ഥാനവും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്ന ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് ഡോറന ഉപരോധ മേഖല കടന്നത്. ഏപ്രിൽ 17-ന് ഇറാൻ തീരം വിട്ട ഈ കപ്പൽ 18-ന് ഇന്ത്യയുടെ തെക്കൻ തീരത്തെത്തിയതായും പിന്നീട് മലേഷ്യൻ തീരത്ത് വെച്ച് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ മാറ്റിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. എണ്ണയുടെ യഥാർത്ഥ ഉറവിടം ഒളിപ്പിച്ചു വെച്ച് വിൽപ്പന നടത്താനാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ഇറാൻ ശ്രമിക്കുന്നത്. ഈ തർക്കം കേവലം എണ്ണക്കടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈകളിലാണെന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് തങ്ങളുടെ മുൻകൂർ അനുമതി വേണമെന്ന ഇറാന്റെ പുതിയ നിർദ്ദേശം ആഗോള വിപണിയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച വിദേശ കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്ത സംഭവങ്ങൾ ഇതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഈ നീക്കങ്ങൾക്ക് പരോക്ഷ പിന്തുണ നൽകുന്നു എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിക്കുന്നതും അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഉപരോധം കടലാസിലൊതുങ്ങുന്ന ഒന്നാണെന്ന സന്ദേശമാണ് ഈ നീക്കത്തിലൂടെ ഇറാൻ ലോകത്തിന് നൽകിയിരിക്കുന്നത്. ഉപരോധം പരാജയപ്പെട്ട സാഹചര്യത്തിൽ അമേരിക്ക തങ്ങളുടെ നാവിക വ്യൂഹത്തെ മേഖലയിൽ കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും സൂചനകളുണ്ട്. പേർഷ്യൻ ഗൾഫിലേക്ക് കൂടുതൽ വിമാനവാഹിനി കപ്പലുകളെ വിന്യസിക്കാൻ വാഷിംഗ്ടൺ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ സംഭവിച്ചാൽ കടലിടുക്കിൽ മൈനുകൾ വിന്യസിക്കുമെന്നും ചരക്ക് നീക്കം പൂർണ്ണമായും തടയുമെന്നുമാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്.